ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്നാസ് കറി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റമദാൻ 3-ൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ നമ്മൾ ബ്രെഡ് കൊണ്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത് വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1.5 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു ദോശമാവിൻ്റെ ബാറ്ററാക്കി അതേ കട്ടിയിലായിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ആയിരിക്കണം അതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഞാൻ അതിലേക്കുള്ള ഫില്ലിങ്സിനുള്ള അത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മളൊരു ജാർ എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1/2 പിടി പുതിനയിലയും 1 പിടി മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ കിഴങ്ങ് വേവിച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. പച്ചമുളക് ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം, ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കാം. നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ ഫില്ലിങ്സും റെഡി ആയിട്ടുണ്ട്. അതിനായി ബ്രെഡ് നമ്മൾ 4 ഭാഗവും ബ്രൗൺ കളറുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ബ്രെഡിൻ്റെ മുകളിലായി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇതുപോലെ പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് അതിന് മുകളിലായി ഒരു ബ്രെഡ് കൂടി വെച്ച് കൊടുക്കാം. ഒരു സ്നാക്സിന് 2 ബ്രെഡാണ് ഇതിനാവശ്യം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായി ആ ബാറ്ററിൽ മുക്കി എണ്ണയിലിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗം ഒരുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും
സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലായി അറിയിക്കണേ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കോണായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ് ഇത്. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പിൽ ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാകും. നമ്മൾ ഇന്നത്തെ വിഭവം ബ്രെഡ് കൊണ്ടുള്ള സ്നാക്സും പൊക്കവടയും നെയ്ച്ചോറ്, ചിക്കൻ കറി, ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.